ഇതൊരു കൊറിയൻ ഫാൻറ്റസി റിലേറ്റഡ് ഡ്രാമയാണ്. ഇവൻ ഹിസ്റ്റോറിക്കൽ പീരീഡിലുള്ളൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് മോഡേൺ വേൾഡിലോട്ട് വന്നതാണ്. അവന് തിരിച്ച് അവൻ്റെ വേൾഡിലോട്ട് പോകാൻ ടൈം ആകുമ്പോൾ അവന് നല്ല പെയിനും കാര്യങ്ങളൊക്കെ അവൻ്റെ ദേഹത്ത് വരുന്നുണ്ട്. ഈ മോഡേൺ വേൾഡിൽ അവന് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് ഇത് കാര്യങ്ങൾ പോവുകയാണ്. ഇവന് വളരെ അധികം പെയിന് വരികയും നെഞ്ചുവേദന വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അവനിങ്ങനെ പെട്ടെന്ന് നെഞ്ചുവേദന വരെയും അവൻ്റെ കയ്യിൽ വിറയൽ വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ അക്യൂപഞ്ചിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് പോലും അവൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ്റെ കൈ ഇങ്ങനെ ഷിവർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവന് പോകാൻ വേണ്ടിയിട്ടുള്ള ടൈമായി. അങ്ങനെ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് വളരെ ഇമോഷണലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാണ്. ആ സമയത്ത് അവന് ഹാർട്ടിൽ വളരെയധികം പെയിന് വരുന്നുണ്ട്. ആ പെയിനെല്ലാം ഇഗ്നോർ ചെയ്ത് അവരും രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ച ഒടുവിൽ അവൻ അവിടെ നിന്ന് മാങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവളെ മുമ്പിൽ അവൻ ഉണ്ടാവില്ലായിരുന്നു. ഇവനാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അവന് വളരെയധികം നെഞ്ചുവേദന ഉണ്ടാവുകയും അവളുടെ അടുത്ത് പോകാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു ഇമോഷണൽ മൂവ്മെൻ്റ് ആയിരുന്നു. അത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനത് പറ്റുന്നില്ല. അവർ പരസ്പരം കൈ കൊണ്ട് തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇമോഷണലായിട്ടുള്ളൊരു സീനാണത്. ലാസ്റ്റ് അവന് വേദന സഹിക്കാൻ കഴിയാതെ അവൻ അവിടെ നിന്ന് അലറി കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവളും വളരെ ഇമോഷണലായിട്ട് അവന് വേണ്ടിയിട്ട് കരയുന്നുണ്ട്, ഇവനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒടുവിൽ ഇവർ രണ്ടുപേരും പരസ്പരം പിരിയുന്നുണ്ട്. ഇവരിലും ഒരു ഡോക്ടറാണ്, അതുപോലെ അവനും ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്. അക്യൂപഞ്ചിങ് രീതിയിലൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു സ്പെഷ്യലിസ്റ്റാണ് ഇവനും. ആ ജോലി പോലും അവന് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവന് ഷിവറിങ്ങും ഒക്കെ വന്ന് അങ്ങനെയാണ് അവൻ അവിടെ നിന്നും വിട്ടു പോയത്. ഡ്രാമയുടെ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇനി വീണ്ടും ഈ ഡ്രാമയുടെ ഓരോ 6 സീൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഇന്ന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഉണ്ട്, കാരണം ഇവിടെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നത്. എല്ലാവരും അത് ഇഗ്നോർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വർക്ക് തീരുന്നത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഇഗ്നോർ ചെയ്ത് വീഡിയോ ഇടുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.